അങ്ങ് അകലെയായി ഞങ്ങൾക്ക് ഹോഫ്ബർഗ് പാലസ് കാണാൻ കഴിയുന്നുണ്ട്. ഈ യാത്ര സത്യത്തിൽ പാലസിലേക്കല്ല, വിയന്നയിലെ പ്രശസ്തമായ ഒരു ബേക്കറി ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അവസാനം ഞങ്ങളങ്ങനെ ഡെമൽ കഫേയുടെ മുന്നിലെത്തി. 1786 പ്രവർത്തനം ആരംഭിച്ച ഈ ബേക്കറി വിയന്നയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സ്ഥാപനമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഡിഷാണ് കൈസർഷ്മാഴൻ. ഓസ്ട്രിയൻ ചക്രവർത്തിയായിരുന്ന ഫ്രാൻസ് ജോസഫ് ഒന്നാമന് വേണ്ടിയാണ് ഈ ഡിഷ് ആദ്യമായി തയ്യാറാക്കുന്നത്. മുട്ടയും മൈദാമാവും പഞ്ചസാരയും വെണ്ണയും ഒക്കെ ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. കുക്ക് ചെയ്തതിന് ശേഷം ഷ്രെഡ് ചെയ്ത് അതിന് മുകളിലേക്ക് ഷുഗർ പൗഡർ വിതറിയാണ് ഇത് വിളമ്പുന്നത്. ഇതിൻ്റെ കൂടെ സാധാരണയായി പ്ലം കോമ്പോട്ടോ ആപ്പിൾ സോസോ ഒക്കെയായി കഴിക്കാനായി തരും. കൈസർഷ്മാറിലെ കൈസർ എന്നാൽ രാജാവ് എന്നാണ് അർത്ഥം. ഷെസ്മാർൺ എന്നാൽ ചെറിയ കഷ്ണങ്ങൾ എന്നാണ് മീനിങ്. സത്യത്തിൽ റോയൽ ഷെഫിന് പറ്റിയ ഒരു അബദ്ധത്തിൽ നിന്നാണ് ഈ ഡിഷ് ഉണ്ടാകുന്നത്. ചക്രവർത്തിക്ക് വേണ്ടി പാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഷെഫിന് പറ്റിയ മിസ്റ്റേക്ക് ഒളിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അതിനെ ഷ്രെഡ് ചെയ്ത് മറ്റു ചേരുവകളൊക്കെ ചേർത്ത് നൽകി. എന്നാൽ ചക്രവർത്തിക്ക് അതിൻ്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടുകയും ആ പാൻ കേക്ക് അങ്ങനെ കൈസർഷ്മാഴൻ എന്ന പേരിൽ ഒരു റോയൽ ഡിഷായി മാറുകയുമുണ്ടായി. ഡെമൽ കഫേയിൽ എപ്പോഴും തിരക്കാണ്. ക്യൂ നിന്നിട്ട് വേണം മിക്കപ്പോഴും ഇതിനുള്ളിലേക്ക് കടക്കാൻ.